ഇന്ന് കിച്ചൺ ക്ലീനിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ കിച്ചണിലെ കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്കും അടിച്ചുവാരി തുടച്ചൊക്കെ ഇടാറുണ്ട്. കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ മീനും ഇറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ മാറി നല്ല എയർ നല്ല ശുദ്ധമായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് വെക്കാണ്ട് ഇതുപോലെ അടുക്കളയിൽ വളർത്താൻ പറ്റുന്ന ചെടികളൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഷ് വാഷിന് ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ എത്രയും ഉപയോഗിക്കണോ അത്രയും സ്ക്രബ്ബർ നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ച ശേഷം അതൊന്ന് കഴുകി ഒക്കെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ആ സ്ക്രബ്ബറിൽ ഭക്ഷണത്തിന് എന്തെങ്കിലും അവശിഷ്ടമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുവാണെങ്കിൽ അത് ബാക്ടീരിയ ഒക്കെ ഉണ്ടാവാനായിട്ട് ഇടയാകും. അപ്പം നമ്മുടെ അടുക്കളയിലെ വൃത്തി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവലുകളൊക്കെ അത് നമ്മൾ കഴുകി ഉണക്കിയൊക്കെ വെച്ചതാണെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് തിളച്ച വെള്ളത്തിലിട്ട് അതെല്ലാം കൂടി ഒന്ന് ഇട്ട് വെച്ച ശേഷം പിന്നെ ഒന്ന് കഴുകി പിഴിഞ്ഞൊക്കെ എടുത്ത് ഉണക്കിയെടുക്കാവുന്നതാണ്. നല്ല വെയിലത്തിട്ട് തന്നെ ഉണക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ടവലൊക്കെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് ഇടാറുണ്ട്. എങ്കിൽ പോലും നമ്മൾ ആ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഒരു ദിവസം നമുക്കിതുപോലെ തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്ത് നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ കിച്ചണിലെ വൃത്തിയിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരിക്കുമല്ലോ അല്ലേ? പിന്നെ ഞാനിന്ന് ക്ലീനിങ്ങിനോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ഇട്ടു എന്ന് മാത്രം കേട്ടോ. പിന്നെ നമ്മൾ കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ബോർഡ് അത് നമ്മൾ എല്ലാ ദിവസവും തേച്ച് കഴുകി വെക്കാറുണ്ട്. പക്ഷേ ഇതുണ്ടല്ലോ, ഇത് നല്ലപോലെ വെയിലത്ത് വെച്ചില്ലെങ്കിൽ ഈ തടിയുടെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് പൂപ്പൽ വരും. അതുപോലെ തന്നെ കരിമ്പനും വരാറുണ്ട്. ഞാനിത് മിക്കവാറും തന്നെ ഇങ്ങനെ കഴുകിയിട്ട് കിച്ചണിൽ ഒരു സൈഡിലേക്ക് ഇത് വെക്കണ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് വെക്കാറ്. അപ്പോൾ നമ്മളിത് ഉണങ്ങാതെ തന്നെ വെക്കുന്നതുകൊണ്ട് ഇതിൽ പെട്ടെന്ന് കരിമ്പൻ കയറുന്നുണ്ട്. തടിയുടെ ഒരു കട്ടിംഗ് ബോർഡ് ആകുമ്പോൾ അങ്ങനെയുള്ള ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും തന്നെ തേച്ച് കഴുകാറുണ്ടെങ്കിൽ പോലും ഇത് കഴുകിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ തടിയുടെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഇതിൻ്റെ പൂപ്പൽ അത് നമുക്ക് പിന്നെ ഭക്ഷണ സാധനത്തിലേക്കൊക്കെ നമുക്കത് ബുദ്ധിമുട്ടായിട്ടുണ്ടാകും. അപ്പോൾ സാധാരണ നമ്മൾ കട്ടിംഗ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ കഴുകി അങ്ങ് വെക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ലല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് അടുക്കള എപ്പോഴും തന്നെ വൃത്തിയായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഒന്നും ശ്രദ്ധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങളും കൂടെയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഇതൊന്നും വെയിലത്ത് വെച്ച് അങ്ങനെ എപ്പോഴും ഉണക്കി എടുത്ത് വെക്കണം എന്നൊന്നും ശ്രദ്ധയിൽപ്പെടാറില്ല. പെട്ടെന്ന് നമ്മുടെ അടുക്കള തിരക്കിനിടയ്ക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നു, കഴുകിയ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബുദ്ധിമുട്ടില്ലാതെ മാറ്റി വയ്ക്കുന്നു. പക്ഷേ നമ്മളെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയവും നമ്മുടെ വീട്ടിൽ ചിലവാക്കുന്നത് അടുക്കളയാണ്. നമ്മളെപ്പോഴും തന്നെ അടുക്കളയിൽ എന്തെങ്കിലും ജോലി തിരക്കുമായിട്ട് കഴിയുന്നവരാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ ശ്രദ്ധിച്ചു പോകുന്നത് നമുക്കെപ്പോഴും നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ സ്റ്റൗവിൽ നമ്മൾ എപ്പോഴും ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമൊക്കെ കാണും. അപ്പോൾ എല്ലാ ദിവസവും തന്നെ നമ്മളത് ക്ലീൻ ചെയ്ത് വെക്കാറുള്ളതല്ലേ. അപ്പോൾ ഒരല്പം സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി വെക്കാവുന്നതാണത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അങ്ങനെ എപ്പോഴും അതിൽ ചിതറിക്കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ കിച്ചണിലെ വൃത്തിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ജോലികളൊക്കെ കഴിയുമ്പം തന്നെ നമ്മുടെ കിച്ചണിൽ ഈ സ്റ്റൗവ് നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകി തുടച്ച് വയ്ക്കാവുന്നതാണ്. സോപ്പൊക്കെ ഇട്ട് കഴുകാനായിട്ട് എല്ലാ ദിവസവും നമുക്ക് പറ്റാറില്ലെങ്കിലും നമുക്ക് തുടച്ചിടാം. എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ഇതുപോലെ സോപ്പിട്ട് തേച്ച് കഴുകി വെക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വ്ളോഗാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു എന്ന് മാത്രം. ഇഷ്ടമായെന്ന് കരുതുന്നു.